സിൽവർ ലൈന് വേണ്ടിയിട്ട മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുന്നതും കുറ്റികൾ ഇടാൻ വന്നവരെ അടിച്ചോടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനൊരു അപവാദമാണ് നിർദ്ദിഷ്ട കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസ്. പദ്ധതിക്ക് ജനങ്ങൾ അകമഴിഞ്ഞ പിന്തുണ നൽകി. സർവേ നടപടികൾക്കായി മഞ്ഞക്കുറ്റി ഇടാൻ വന്നവരെ ജനങ്ങൾ സ്വീകരിച്ചു. എല്ലാ സഹകരണങ്ങളും നൽകി. എന്നാൽ പദ്ധതിയോട് അതിവേഗം സഹകരണം കാണിച്ച ആ ജനങ്ങളെ ആശങ്കയുടെ പാതയിലേക്കാണ് നമ്മുടെ സിസ്റ്റം എടുത്തെറിഞ്ഞിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഭൂമി. സെൻട്രൽ ഭാഗത്തൂടെയാണ് NH പോകുന്നത്. NH പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും ചേട്ടൻ്റെ ഭൂമി അവശേഷിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് 3 മീറ്ററും NH-ൽ നിന്ന് 6 മീറ്ററും മാറ്റി വീട് വയ്ക്കാൻ കെട്ടിടം പണിയാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാൽ അത് തള്ളിക്കഴിഞ്ഞാൽ നമുക്കവിടെ വീട് വയ്ക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല. ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയുള്ളൂ. അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടില്ലെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ബൈപ്പാസിനു വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്ന നിരവധി പേർ സമാന പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു മറുപടിയും അധികൃതർ നൽകിയിട്ടില്ല. 3AD നോട്ടിഫിക്കേഷൻ ഇറങ്ങാതെ വന്നതോടുകൂടി 3A ക്യാൻസലായത് ഞങ്ങളെല്ലാവരും വളരെ ആശങ്കയിലാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വളരെ നിരാശയിലുമാണ്. ഇങ്ങനെ ഈ മഞ്ഞക്കുറ്റി ദിവസം കണ്ട് ഉണരുന്നത് തന്നെ. നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഒരു റോഡ് വരുമ്പോൾ അതിന് നമ്മൾ ഓക്കെയാണ്, എല്ലാവരും അതിന് ഓക്കെയാണ്. പക്ഷേ നമുക്കിതിനെല്ലാം എല്ലാം ധാരണയിലെത്തണം. ഇതൊന്നുമില്ല. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന ത്രേസ്യാമ്മയ്ക്കും ആരും ഒരു ഉത്തരം നൽകിയിട്ടില്ല. പുറമ്പോക്കാണ്, കാശ് കൊടുത്ത് മേടിച്ചതാണ്. റോഡ് വരുമ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടും, എന്താ അറിയാമോ? ഞാനെങ്ങനെയാ സാറ് അറിയണത്? അവര് തരാണ്ട് ഞാൻ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് കിടക്കണ്ടേ? ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന്റെ വേഗത്തെ വിശ്വസിച്ചു പോയവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ താമസിക്കേണ്ടതെന്ന് എഴുതി ഞാൻ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. 3 മാസത്തെ അഡ്വാൻസും കൊടുത്ത് 3 മാസത്തെ വാടകയും കൊടുത്തു. അപ്പോഴാണത് വഴി ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോണു. അടുത്ത കാലത്തൊന്നും വരില്ല എന്ന് കേട്ടു. അപ്പം ഞാൻ ആ വീടെടുത്തത് ഒഴിവാക്കി. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും കേട്ടത് അതിന് നഷ്ടം എന്ന് പറഞ്ഞാൽ 3 മാസത്തെ വാടക കൊടുത്തു. 12,000 രൂപ വെച്ച് വാടക കൊടുത്തു 3 മാസം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഇതിങ്ങനെ വരും, പെട്ടെന്ന് വരും, 3D ഇറങ്ങാൻ പോകണു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പോയി മറ്റൊരു വീട് കണ്ടുവച്ചു. ആ കണ്ടുവച്ച് അവരോട് എനിക്ക് വേണ്ടി വന്നാൽ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് പിന്നെ ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ട് ഇങ്ങനെ പോവാണ്. നാടിന്റെ വികസനത്തിനു വേണ്ടി വസ്തുവകകൾ വിട്ടു നൽകാൻ തയ്യാറായി ഉയർത്തുന്ന ആശങ്കകൾക്കും അവ്യക്തതകൾക്കും വ്യക്തമായ മറുപടി കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 2023 ഈ പദ്ധതിയുടെ സൂചന വന്ന സമയം തൊട്ട് ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിൽ തന്നെ 288ഓളം വരുന്ന ആളുകളും 156ഓളം വരുന്ന വീടുകളും അത്രയും ഭാഗം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് ആ സ്ഥലം വിൽക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭാവിയിലേക്ക് ആവശ്യമായ ഒരു സംവിധാനങ്ങൾ ചെയ്യാനോ ഒന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടില്ല. കുറേ പേര് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 3D നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആയതോടുകൂടി അത് അവതാളത്തിലായിട്ട് നിൽക്കുകയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം SL ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.